നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി കടുപ്പിക്കുകയാണ്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയോ അതിൽ കയറുകയോ ചെയ്യരുതെന്ന് വാഹന ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പൊതുസുരക്ഷാ വിഭാഗമാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് വാഹന ഡ്രൈവർമാർക്ക് നൽകിയിരിക്കുന്നത്. ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് പൊതുസുരക്ഷാ വിഭാഗത്തിന്റെ ഈ മുന്നറിയിപ്പ്. വാഹനങ്ങൾ ഓടുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങുകയോ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ കയറുകയോ ചെയ്യരുത്. അത് ട്രാഫിക് ലംഘനമായി കണക്കാക്കും. ജീവൻ വരെ അപകടത്തിലാക്കുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് മാത്രമല്ല, ട്രാഫിക് കുരുക്കുണ്ടാക്കുകയും ചെയ്യും. ഇതാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. ഇതിന് 1000 മുതൽ 2000 റിയാൽ വരെ പിഴ ചുമത്തുമെന്നും പൊതുസുരക്ഷാ വിഭാഗം അറിയിച്ചു. സഞ്ചരിക്കുന്ന വാഹനത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് ട്രാഫിക് നിയമലംഘന പട്ടികയിലെ 5ാമത്തെ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുൻവശത്തെ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുക, റെയിൽവേ ലൈനുകളിൽ നിർത്തുക, നടപ്പാതകളിലൂടെ ഡ്രൈവിംഗ് നടത്തുക, നിരോധിത സ്ഥലങ്ങളിൽ ഓവർടേക്കിംഗ് നടത്തുക എന്നിവയും ഈ കുറ്റങ്ങളാണ്. അതേസമയം UAE-യിലേക്ക് വന്നാൽ UAE ഒരു നിർണായക തീരുമാനമെടുത്തിരിക്കുകയാണ്. സെപ്റ്റംബർ 3-ന് തുടങ്ങിയ 2 മാസത്തെ പൊതുമാപ്പിൽ ഇളവുകൾ പ്രഖ്യാപിച്ചു UAE. ഔട്ട് പാസ് കിട്ടിയവരെ പുതിയ വിസ എടുക്കാനും പുതിയ ജോലിയിൽ പ്രവേശിക്കാനും മറ്റുമായി പൊതുമാപ്പ് അവസാനിക്കുന്ന ഒക്ടോബർ 31 വരെ രാജ്യത്ത് തുടരാൻ അനുവദിക്കും. ഔട്ട് പാസ് കിട്ടി 14 ദിവസത്തിനകം രാജ്യം വിടണമെന്നാണ് ആദ്യ ഉത്തരവ്. പുതിയ വിസ എടുക്കാൻ കൂടുതൽ സമയം അനുവദിച്ചേക്കില്ല. പുതിയ വിസയിൽ പുതിയ ജോലി കിട്ടിയവർക്ക് ഏകജാലക സംവിധാനമായ ആമർ വഴി ഔട്ട് പാസ് റദ്ദാക്കാം. ഒക്ടോബർ 31-ന് ശേഷം പൊതുമാപ്പ് നീട്ടാൻ ഇടയില്ലെന്ന് UAE ഭരണകൂടം അറിയിച്ചു. 19,000 പേർ പൊതുമാപ്പിന് അപേക്ഷിച്ചു. ടൂറിസ്റ്റ് വിസകൾ, കാലഹരണപ്പെട്ട റെസിഡൻസി വിസകൾ എന്നിവയുമായി രാജ്യത്ത് തുടരുന്നവർക്കും രേഖകളില്ലാതെ കഴിയുന്നവർക്കും സ്പോൺസർമാരിൽ നിന്ന് ഒളിച്ചോടിയവർക്കും പൊതുമാപ്പിന് അപേക്ഷിക്കാം. അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചവർക്ക് പൊതുമാപ്പിന് അർഹതയില്ല. പൊതുമാപ്പ് കിട്ടിയ സാമ്പത്തിക ശേഷിയില്ലാത്തവർക്ക് രാജ്യം വിടാൻ കുറഞ്ഞ നിരക്കിൽ വിമാന ടിക്കറ്റ് നൽകും.